റൂബൻ അമോറിമിൻ്റെ കീഴിൽ ഇപ്പം നമ്മൾ 2 ട്രാൻസ്ഫർ വിൻഡോ ഫേസ് ചെയ്തു. ആദ്യത്തെ ട്രാൻസ്ഫർ വിൻഡോ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ. ആ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ കൂടുതലും യങ്ങർ പ്രോസ്പെക്ട്സിനെയാണ് നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഇപ്പം നമ്മുടെ പാട്രിക് ഡോർഗു, ഹെവൻ, അതുപോലെ തന്നെ ഡിയേഗോ ലിയോൺ. ഇപ്പോൾ ഈ രീതിയിലുള്ള യങ്ങർ പ്രോസ്പെക്റ്റിനെ നമ്മൾ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വന്നപ്പോഴത്തേനും കുറേയും കൂടെ പ്രീമിയർ ലീഗ് പ്രൂവണായിട്ടുള്ള റെഡിമെയ്ഡ് പ്ലെയേഴ്സിനെ, ഫസ്റ്റ് ടീം റെഡിമെയ്ഡ് പ്ലെയേഴ്സിനെയാണ് നമ്മൾ സൈൻ ചെയ്തത്. അപ്പം ഈ ഒരു റൂബൻ അമോറിമിൻ്റെ അണ്ടറിൽ നമ്മൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തിയ റിക്രൂട്ട്മെൻറ്റ്സ്, അതിൽ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ടീം അല്ലെങ്കിൽ റൂബൻ അമോറിം ഇവരുടെ ഒരു കമ്പൈൻ ടീമാണല്ലോ ഇത് റിക്രൂട്ട്മെൻറ്റ് അതിൻ്റെ ഡിസിഷൻസൊക്കെ നടത്തുന്നത്. അപ്പം ഈ ഒരു ടീമുകൾ അവരുടെ സ്ട്രാറ്റജീസ്, അവരുടെ പ്ലാനിങ്സിലൊക്കെ കുറച്ചൊരു മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി പൊസിഷൻസിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് മിസ്റ്റേക്സ് വരുത്തിയതായിട്ട് എനിക്ക് പേഴ്സണലി ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ, ആ ഒരു ട്രാൻസ്ഫറിൻ്റെ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് മിസ്റ്റേക്സ് വരുത്തിയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ നോക്കും. അപ്പം നമ്മുടെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മളൊരു മേജർ അപ്ഗ്രേഡ് വരുത്തിയിരിക്കുന്നത് നമ്മുടെ അറ്റാക്കിലാണ്. നമ്മുടെ ഫ്രണ്ട് ത്രീയെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഫ്രണ്ട് ത്രീയെ അതേപോലെ എടുത്ത് മാറ്റി പുതിയ ഫസ്റ്റ് ടീം പ്ലെയേഴ്സിനെ വെച്ച് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു റൂബൻ അമോറിമിൻ്റെ ഫ്രണ്ട് ത്രീ, അല്ലെങ്കിൽ എല്ലാവരും ഫിറ്റർ ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ഫ്രണ്ട് ത്രീ എന്ന് പറയുന്നത് മത്തേസ് കുണിയ, ബെഞ്ചമിൻ സെസ്കോ, അതുപോലെ തന്നെ ബ്രയൻ എംബ്യൂമോ. ഈ ഒരു ഫ്രണ്ട് ത്രീ ആണ് നമ്മുടേത്. അപ്പോൾ ഈ 3 പ്ലെയേഴ്സിനെ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്തു. പക്ഷേ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ത്രീയിൽ ഇത്രയും 3 പ്ലെയേഴ്സിനെ സൈൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. കാര്യം അവരുടെ പ്ലാനിങ്ങിൽ കുറച്ചൊരു തെറ്റ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ ആ ഒരു റീബിൽഡിങ് പ്രോസസ്സിലോട്ട് ജനറലി ഫുട്ബോൾ ടീംസ് കടക്കുന്ന സമയത്ത് അവർ എപ്പോഴും ഫൗണ്ടേഷൻസ് സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയാണ് ശ്രമിക്കാറ്. ഇപ്പം ഓരോ ഫുട്ബോൾ ടീമിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫൻസ്, മിഡ്ഫീൽഡ്, അറ്റാക്ക്, ആ ഒരു ഓർഡറിലാണ്. പക്ഷേ നമ്മൾ നേരെ തല തിരിച്ചാണ് നമ്മുടെ റീബിൽഡ് പരിപാടി തുടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ കതിരെ കൊണ്ട് വളം വെക്കുക, അങ്ങനത്തെ ഒരു പരിപാടി പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഈ ഒരു അറ്റാക്കിനെ മാത്രം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അറ്റാക്കിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ക്രിയേറ്റീവ് പ്ലെയേഴ്സും കൂടെ വേണ്ടേ. ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ എവിടെ പോയി ഇനിയും ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കും? അത് കഴിഞ്ഞ സീസണിൽ നമ്മൾ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ ലാക്ക് ചെയ്തിട്ടുണ്ട്. ഈ സീസണിൽ നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് ഒക്കെ നോക്കിയാൽ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ പ്രഡിക്റ്റബിളാണ്. ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിലൊക്കെ ഒത്തിരി പ്രഡിക്റ്റബിൾ ആകുന്നുണ്ട്. കാരണം നമ്മുടെ ചാൻസ് ക്രിയേഷൻ്റെ ഓപ്ഷൻസ് കുറവാണ്. ചാൻസ് ക്രിയേറ്റിംഗ് പ്ലെയേഴ്സിൻ്റെ ഓപ്ഷൻസ് നമ്മുടെ ടീമിൽ കുറവാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പം ചാൻസ് ക്രിയേഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ പറയണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സീസണിലും നമ്മൾ സ്കോർ ചെയ്ത ഗോളുകളുടെ എണ്ണം നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ GD എന്ന് പറയുന്നത് ഇപ്പോൾ 5 മത്സരം കഴിഞ്ഞപ്പോഴത്തേനും -2 ആണ് നമ്മുടെ GD. അപ്പം ഞാൻ വീണ്ടും ബാക്ക് ടു ദ മാറ്റർ. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിഫെൻസീവ് ലൈൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ മോഡേൺ ഫുട്ബോളിൽ വെറും കുറ്റിയടിച്ച് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള മാത്രം ഉത്തരവാദിത്തമല്ല ഡിഫെൻഡേഴ്സിനുള്ളത്. അപ്പം ഞാനൊരു അളവുകോൽ എന്നുള്ള രീതിയിൽ, സ്റ്റാൻഡേർഡ്സിൻ്റെ അളവുകോൽ എന്നുള്ള രീതിയിൽ റയൽ മാഡ്രിഡ്, അതുപോലെ തന്നെ നമ്മുടെ ബാർസലോണ പോണക്കത്തെ ടീമുകളെ നമ്മൾ മുന്നോട്ട് വെച്ച് അവരുടെ ഡിഫെൻസീവ് ലൈനുമായിട്ട് നമ്മുടെ ഡിഫെൻസീവ് ലൈനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു ഡിഫെൻസീവ്, അല്ലെങ്കിൽ ആ ഒരു ബാക്കിൽ നിന്ന് നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് സൈഡ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഡിഫൻഡർ നമുക്കില്ല എന്നുള്ളത് നമ്മുടെ വലിയൊരു കുറവാണ്. ഇപ്പം റയലിനെ നോക്കിയാൽ ഡീൻ ഹ്യൂജ്സൺ പോണക്കത്തെ സൈനിങ് അവർ നടത്തി. ബാർസയ്ക്കാണെങ്കിൽ കുബാർസി ഉണ്ട്. അങ്ങനത്തെ പ്ലെയർ നമുക്കുള്ള പ്ലെയർ എന്ന് പറയുന്നത് ലിസാൻഡ്രോ മാർട്ടിനസ് ആണ്. അവൻ ഇഞ്ചുവേർഡാണ്. അവനിപ്പോൾ ശരിക്കും ഈ എല്ലാ സീസണിലും എന്തെങ്കിലും കാരണം ഇഞ്ചുറി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ലൂക്ക് ഷോയുടെ ഈ ഇഞ്ചുറിയുടെ കാര്യത്തിൽ ലൂക്ക് ഷോയുടെ അനിയനായി മാറിയിട്ടുണ്ട് ലിസാൻഡ്രോ മാർട്ടിനസ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ബാക്കിൽ നിന്ന് നമ്മുടെ റീബിൽഡിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു ലെഫ്റ്റ് ഓറിയൻറ്റ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ഓൺ ദ ബോൾ ഏബിൾ ആയിട്ടുള്ള, നമുക്ക് ഈ ഒരു
നമ്മുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ലൈൻ സ്പ്ലിറ്റിംഗ് പാസസ് കൊടുക്കാൻ കഴിയുന്ന, റണ്ണേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന, സ്വിച്ചസ് നടത്താൻ പറ്റുന്ന ബാക്കിൽ നിന്ന്, അങ്ങനത്തെ ഒരു ഡിഫൻഡറിൻ്റെ കുറവ് നമ്മുടെ ഡിഫൻസീവ് ലൈനിൽ ഉണ്ട്. അതിനെ പരിഹരിക്കാൻ നമ്മുടെ റിക്രൂട്ട്മെൻ്റ് ഈ ഒരു ഡിസിഷൻസ് ആരാണോ നടത്തുന്നത് അവർ ഫെയിലായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മൾ അടുത്ത ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ മിഡ്ഫീൽഡിൽ നമുക്ക് വേണ്ട 2 സൈനിങ്, ആ 2 സൈനിങ് പോയിട്ട് ഒരു സൈനിങ് പോലും നമ്മൾ നടത്തിയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ടീം അല്ലെങ്കിൽ ഈ ഡിസിഷൻസ് ആരാണോ നടത്തുന്നത് അവർ, ഇപ്പം ക്രിസ്റ്റഫർ വിവൽ ആയിരിക്കാം, അല്ലെങ്കിൽ ജേസൺ വിൽകോക്സ് ആയിരിക്കാം, റൂബൻ അമോറിം ആയിരിക്കാം, ഇവരുടെയൊക്കെ കയ്യിലുള്ള മിസ്റ്റേക്സ് ആണ്. ഇപ്പം 2 മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യേണ്ടിടത്ത് ഒരു മിഡ്ഫീൽഡറിനെ പോലും നമ്മൾ സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ തെറ്റാണ്. ബ്രൂണോയെ വെച്ച് ഈ ഒരു പൊസിഷൻ കളിക്കാൻ പറ്റും എന്ന് റൂബൻ അമോറിം പറയുമ്പോഴത്തേനും അതിനെ തലയാട്ടി സമ്മതിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ടീം അല്ലെങ്കിൽ ഫുട്ബോളിംഗ് ബ്രെയിൻസ് ആണ് നമ്മുടെ ക്ലബ്ബിലുള്ളത് എങ്കിൽ അതുകൊണ്ട് തന്നെയാണ് മാനേജേഴ്സ് ഇവിടെ വന്നിട്ട് അവരുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് തന്നെ. അപ്പം അങ്ങനെ നല്ല ഫുട്ബോളിംഗ് ബ്രെയിൻസ് വേണം. മാനേജേഴ്സ് കടുംപിടുത്തം പിടിക്കുന്ന അവരുടെ എല്ലാ കടുംപിടുത്തത്തിനും നമ്മൾ കൂട്ട് നിൽക്കണമെന്നല്ല, വേണ്ടതിനൊക്കെ നിൽക്കണം. പക്ഷേ ലോജിക്കില്ലാത്ത കാര്യങ്ങളെ എതിർക്കാനുള്ള ഒരു മനസ്സും കൂടെ കാണിക്കണം. ബ്രൂണോ ഫെർണാണ്ടസ് എന്തുമാത്രം ഫെയിലിയർ ആണെന്ന് നിങ്ങൾക്കറിയാം ആ ഒരു നമ്പർ 8 റോളിൽ. ശരിക്കും നമ്മൾ ഈ മിഡ്ഫീൽഡ് ഡിഫൻസിൻ്റെ അപ്ഗ്രേഡിന് പകരം നമ്മൾ എക്സ്ട്രാ 2 വേണ്ടാത്ത പ്ലെയേഴ്സിനെ നമ്മൾ അറ്റാക്കിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ആരാ? ബെഞ്ചമിൻ സെസ്കോ, അതുപോലെ തന്നെ മത്തേസ് കുണിയ നമ്മൾ സൈൻ ചെയ്ത ആ നിമിഷം തന്നെ ബ്രൂണോ ഫെർണാണ്ടസിന് ഇവിടെ യാതൊരു റോളും ഇല്ലാതായി മാറി. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പുള്ളിയുടെ ഏറ്റവും പ്രിഫറബിൾ പൊസിഷൻ, അല്ലെങ്കിൽ പുള്ളി ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്ന ആ ഒരു ലെഫ്റ്റ് സൈഡ് നമ്പർ 10 ആണ്. അവിടെ മത്തേസ് കുണിയ വന്നു കഴിഞ്ഞപ്പോൾ ബ്രൂണോയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. അവനെ വിൽക്കണമായിരുന്നു. അത് വിൽക്കാതിരുന്നത് വേറൊരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ വലിയൊരു പ്രോബ്ലം. ഇങ്ങനത്തെ ഒത്തിരി ഫുട്ബോളിംഗ് ഡിസിഷൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പെർഫോമൻസ്, ഓൺ ദ ഫീൽഡ് പെർഫോമൻസിൽ റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. അതിന് നമ്മൾ കോച്ചിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രീതിയിലുള്ള ഫുട്ബോളിംഗ് ഡിസിഷൻസ് ആരാണോ നടത്തുന്നത് അവരൊക്കെ ഈക്വലി ഉത്തരവാദികളാണ്. പിന്നെ സെസ്കോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു 2 വർഷം മുന്നേ ഹോയ്ലൻഡിനെ റിക്രൂട്ട് ചെയ്തപ്പം അവൻ ഏത് സ്റ്റേജിലായിരുന്നു അതേ സ്റ്റേജിലാണ് ഇപ്പം സെസ്കോ നിൽക്കുന്നത്. വീണ്ടും നമ്മളിപ്പോൾ 1-2 വർഷം നമ്മൾ പേഷ്യൻസ് കാണിക്കണം. നമ്മുടെ ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കറിന് വേണ്ടി നമ്മൾ ഇത്രയും യുണൈറ്റഡ് പോണക്കത്തെ ടീം 2-3 വർഷം പേഷ്യൻസ് കാണിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവൻ വന്ന ഉടനെ ഇവിടെ വന്നിട്ട് പ്ലഗ് ആൻഡ് പ്ലേ സൈനിങ് പോലെ ഇവൻ വർക്കാകും എന്ന് ആരാണോ അങ്ങനത്തെ ഒരു വിചാരം ആർക്കുണ്ടായി എന്ന് എനിക്കറിയത്തില്ല. ഹോയ്ലൻഡിനെ മാറ്റിയെങ്കിൽ സെസ്കോ പോകണമെങ്കിൽ സെസ്കോയോ ഹോയ്ലൻഡോ നമ്മുടെ ടീമിലുണ്ടെങ്കിൽ അവർക്ക് മുന്നേ ഫസ്റ്റ് ടീമിൽ കളിക്കാൻ പറ്റുന്ന ഒരു കോമ്പറ്റീഷൻ സ്ട്രൈക്കർ, എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഡിസിഷൻ മേക്കിങ് മോശം. ശരിക്കും ഈ ഒരു ഫ്രണ്ട് 3യിൽ നമുക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് ഈ ഒരു ബ്രയൻ എംബിയുമോടെ സൈനിങ് മാത്രമായിരുന്നു. ഹോയ്ലൻഡിനെ വേണ്ട, ഹോയ്ലൻഡിൻ്റെ ഡിസിഷൻ മേക്കിങ് മോശമാണെങ്കിൽ ഹോയ്ലൻഡിനെ മാറ്റി, അല്ലെങ്കിൽ ഹോയ്ലൻഡ് ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഓലെ വാട്കിൻസ് ഒക്കെ പോണത്തെ ഒരു സൈനിങ് വേണമായിരുന്നു നമുക്ക് സ്ട്രൈക്കർ പൊസിഷനിൽ. റൈറ്റ് സൈഡഡ് ആ ഒരു നമ്പർ 10 റോളിൽ ബ്രയൻ എംബിയുമായി കൊണ്ടുവന്നെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് നല്ലൊരു ഡിസിഷനാണ്. ഈ ഒരു ഫ്രണ്ട് 3യിൽ ഈ ഒറ്റ സൈനിങ്ങിൻ്റെ ആവശ്യം ഉള്ളായിരുന്നു. ബാക്കിയുള്ള കാശില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കാര്യം പറയുന്നത്. കാശില്ലാത്തതുകൊണ്ടാണല്ലോ മിഡ്ഫീൽഡിലും ഡിഫൻസിലും ഒന്നും പ്ലെയേഴ്സിനെ കൊണ്ടുവരാഞ്ഞ്. അപ്പം ഈ രീതിയിൽ നമ്മുടെ കാശിനെ അഡ്ജസ്റ്റ് ചെയ്ത് മിഡ്ഫീൽഡേഴ്സ്, ഡിഫൻസിൽ പ്ലെയേഴ്സിനെയൊക്കെ കൊണ്ടുവരായിരുന്നു. പിന്നെ ക്രിയേറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിങ് ബാക്സ് ആണ്. നമ്മുടെ വിങ് ബാക്സ് എന്ന് പറയുന്നത് ഒന്ന് പാട്രിക് ഡോർഗു എന്ന് പറയുന്ന പ്ലെയറിൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണ്. ഈ സെസ്കോയുടെയും ഹോയ്ലൻഡിൻ്റെയൊക്കെ അവസ്ഥ പോലാണ്. ഇങ്ങനത്തെ യങ്ങർ പ്ലെയേഴ്സിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ ഔട്ട്പുട്ട് തരണം എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് അത് നമ്മുടെ തെറ്റാണ്. നമുക്കവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ വേണം. ഡോർഗു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ക്രോസ് മേക്ക് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പ്രീമിയർ ലീഗിൻ്റെ ഇൻറ്റൻസിറ്റി ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് നമ്മൾ അമാദിനെ മേക്ക് ഷിഫ്റ്റ് വിങ് ബാക്കായിട്ട് കളിപ്പിക്കുന്നു. അവൻ്റെ ഗെയിം ഭയങ്കര മോശമാണ്. അവൻ്റെ ഗെയിം ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത പിന്നെ അമാദ് വേറെ പ്ലെയറായി മാറി. അവൻ ക്രോസ് കൊടുക്കത്തില്ല, ടേക്ക് ഓൺസിന് പോയി ബോൾ ലൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ പല സൈനിങ്സും, വിങ് ബാക്സ്, മിഡ്ഫീൽഡേഴ്സ്, ഡിഫൻസിൽ പ്ലെയർ, നമ്മുടെ അങ്ങനത്തെ പല
പ്രയോറിറ്റി പൊസിഷൻസ് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ല എന്ന് പറയുന്നത് നമ്മുടെ ടീമിൽ കോച്ച് ഉൾപ്പെടെ ഈ ഫുട്ബോളിംഗ് ഡിസിഷൻസ്, കോച്ചും പിന്നെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ടീം ആരൊക്കെയാണോ ഫുട്ബോളിംഗ് ഡിസിഷൻസ്, മേജർ ഡിസിഷൻസ് നടത്തുന്നത് അവരെല്ലാവരും ഉത്തരവാദിയാണ് ഈ ഒരു ടീമിൻ റീബിൽഡ് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയതിൽ. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ അടുത്ത സീസണിൽ പിന്നെ നമ്മൾ ഡിഫൻസിൽ മിഡ്ഫീൽഡിലൊക്കെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്ട്രാ വീണ്ടും സ്ട്രൈക്കറിനെ കൊണ്ടുവരേണ്ടി വരും. പിന്നെ നമ്മുടെ ഗോൾ കീപ്പിങ്ങിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാനത്തെ 1-2 ദിവസങ്ങളിലാണ് നമ്മൾ ഗോൾ കീപ്പിംഗ് സൈനിങ്ങിന് വേണ്ടി നമ്മൾ കണഞ്ഞ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സെനെ ലാമൻസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ദിബു മാർട്ടിനസിൻ്റെ കാര്യത്തിലും. ഇപ്പോൾ സെനെ ലാമൻസിൻ്റെ കാര്യത്തിലും എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നമുക്കിവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറിനെ വേണമായിരുന്നു. ഏതായാലും ഒനാനെ പറഞ്ഞു വിടാനായിരുന്നു പ്ലാനെങ്കിലും നമുക്കിവിടെ എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറിനെ വേണമായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ, ബൈന്ദർ അതുപോലെ തന്നെ സെനെ ലാമൻസ്, 2 ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പേഴ്സ്. അപ്പോൾ ശരിക്കും ഈ ഒരു പ്ലാനിങ്ങിലെ ഈ ഒരു കുറവ് നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്കും ഇത് ജെനുവിനാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്കൊരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കുറേ അറ്റാക്കിൽ മാത്രം കുറേ പ്ലേയേഴ്സിനെ നിർത്തിയിട്ട് അവരെ ഫീഡ് ചെയ്യാനും അല്ലെങ്കിൽ യാതൊരു ക്രിയേറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്ന ഗെയിമിൻ്റെ ക്രിയേറ്റീവ് ആസ്പെക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ സീറോ ആണെങ്കിൽ പിന്നെ കോച്ചിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ടീമിൻ്റെ ഓവർഹോൾ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ടീമിനെ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റഫർ വിവലിൻ്റെ നേതൃത്വത്തിൽ ഹെഡ് ഓഫ് ദ റിക്രൂട്ട്മെൻറ്റ് ക്രിസ്റ്റഫർ വിവൽ, അതിന് താഴെയുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ സ്ട്രക്ചറിനെ പൊളിച്ച് അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്പോർട്സോളജി എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പോർട്സോളജി എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് നമ്മൾ ഡീലൊക്കെ ഉറപ്പിച്ച് അവരാണ് ഇപ്പം നമ്മുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് സ്ട്രക്ചർ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് സ്ട്രക്ചറൊക്കെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേയും കൂടെ ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കണ്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചണ്ടമേറ്റം കമൻസ് ആയിട്ട് ഇടുക.